വലിയ ചൂടാണ്, പക്ഷേ കുടിവെള്ളം കൃത്യമായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പ്ലാസ്റ്റിക് തുടങ്ങിയ ഒന്നും തന്നെ കൊണ്ടുവരാൻ പാടില്ല. പൊങ്കാല അർപ്പിച്ച് മടങ്ങുന്നവർ അത്തരത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ കൊണ്ടുപോകണം. ഹരിതചട്ടം പാലിച്ചു തന്നെയാണ് ഇതൊക്കെ നടക്കുന്നത്. ചൂട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണെന്ന് വീണ്ടും വീണ്ടും പറയുന്നു. വെള്ളം ധാരാളം കുടിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. നേരെ നമ്മൾ വെയിലിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർ തണൽ പിടിച്ച് ക്യൂവിൽ നിന്ന് ദേവിയെ തൊഴുവാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും. ആ രീതിയിൽ തന്നെ ആകണം കാര്യങ്ങൾ. അതെ, ഹരിത പ്രോട്ടോകോൾ പാലിച്ച് എന്നത് എല്ലാ തവണയും നമ്മൾ കേൾക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഇതിൽ നഗരസഭാ അധികൃതരൊക്കെ പറയുന്നത് എപ്പോഴും ഈ പൊങ്കാല കഴിഞ്ഞ് പോകുമ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ടാകും എന്നാണ്. അപ്പോൾ ഇക്കുറി ഒരു മാലിന്യം പോലും പ്ലാസ്റ്റിക്കിൻ്റെതായി ഉണ്ടാകാൻ പാടില്ല. അതുപോലെ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന ഈ ഡിസ്പോസിബിൾ കപ്പ്, ഗ്ലാസ് ഇതൊന്നും പാടില്ല. കാരണം അതൊക്കെ പ്രകൃതിക്ക് ഉണ്ടാക്കുന്നത് എത്ര വലിയ ദോഷമാണ്. ഇതൊക്കെ പറഞ്ഞു മനസ്സിലാക്കുന്നതിനുള്ള ക്യാമ്പയിനൊക്കെ ഈ നഗരസഭയുടെ നേതൃത്വത്തിലും കുടുംബശ്രീ പ്രവർത്തകർ, ഹരിതകർമ്മസേനയൊക്കെ നടത്തുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വീടുകൾ കയറി ഇറങ്ങി നമുക്ക് ഇതൊന്നും വേണ്ട, ഇത്തരം പ്ലാസ്റ്റിക് ഒന്നും വേണ്ട, മാലിന്യമുക്ത നവകേരളം എന്നത് അതും നഗരസഭ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി ഒരു തരത്തിലും പ്ലാസ്റ്റിക് കൊണ്ടുവരരുത്. തുണിസഞ്ചികളിലായിരിക്കും നിങ്ങൾ ഈ കിറ്റിൽ ഉള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവരേണ്ടത്. ഇങ്ങനെ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം പാലിച്ചുകൊണ്ട്, അപ്പോൾ അങ്ങനെ പ്രകൃതിക്ക് കൂടി ദോഷമുണ്ടാകാത്ത തരത്തിൽ എങ്ങനെയാണ് ഇത്ര വലിയൊരു ഉത്സവം, അതായത് ലക്ഷക്കണക്കിന് ആളുകൾ എത്തിച്ചേരുന്നതാണ്.